നമുക്കറിയാം നമുക്ക് പല ടൈപ്പ് ഓഫ് നാറ്റ് ഇപ്പോൾ ഉണ്ട് എന്നുള്ളത്. അപ്പം ഇതൊക്കെ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു എക്സാമ്പിൾ, ഒരു സിമ്പിൾ നമുക്ക് നാറ്റ് എടുക്കാം. അതായത് അസ്യൂം ചെയ്യുക നമുക്ക് ഇവിടെ ഒരു നമ്മുടെ ഇന്റേണൽ നെറ്റ്വർക്ക് ഉണ്ട്. സോ ആദ്യം ഈ ഒരു പാക്കറ്റ് എന്തുകൊടുക്കും, നേരെ ഇപ്പം ഇന്റർനെറ്റിലോട്ട് പോകുന്ന ഒരു കമ്മ്യൂണിക്കേഷന്റെ കേസിൽ നാറ്റ് വർക്ക് ചെയ്യുന്നതാണ്. ഇതേ സെയിം രീതിയിൽ തന്നെയാണ് നാറ്റ് എല്ലാ കേസുകളും, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പല ടൈപ്പ് ഓഫ് നാറ്റും വർക്ക് ചെയ്യുന്ന സെയിം ഇതിൽ തന്നെയാണ്. അപ്പൊ ജസ്റ്റ് ഒരു ഇന്റർനെറ്റിന്റെ കേസിൽ ഞാൻ ഇത് പറയാം. ഇപ്പൊ നമ്മുടെ ഈ ഒരു IP റേഞ്ചിൽ നിന്നുള്ള ഒരു PC, ആ ഒരു PCക്ക് ഇന്റർനെറ്റ് കണക്ട് ചെയ്യണം. സോ സ്വാഭാവികമായിട്ടും ആ ഒരു PC നേരെ ഇന്റർനെറ്റ് എന്ന് വരുമ്പോൾ അതിനകത്ത് കോൺഫിഗർ ചെയ്തിട്ടുള്ള ഡീഫോൾട്ട് ഗേറ്റ് വേയിലോട്ട് ആ ട്രാഫിക് ഫോർവേഡ് ചെയ്യും. അസ്യൂം ചെയ്യുക നമ്മുടെ ഈ റൗട്ടർ 1 നമ്മൾ അതിന്റെ ഡീഫോൾട്ട് ഗേറ്റ് വേ കോൺഫിഗർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു റൗട്ടർ 1 വരുന്നു. എന്നിട്ട് ഇത് റൗട്ടിങ് ചെക്ക് ചെയ്ത് നോക്കും എങ്ങോട്ടാണെന്നുള്ളത്. അപ്പോൾ റൗട്ടിങ്ങിന്റെ അകത്ത് ഇന്റർനെറ്റിന്റെ ഡീഫോൾട്ട് റൗട്ട് നേരെ ഈ ഒരു ഇന്റർനെറ്റിന്റെ ആ റൗട്ടറിലോ അല്ല ISPയിലോട്ടോ കൊടുത്തിട്ടുണ്ട്. സോ നമ്മുടെ ഈ ഒരു ഇന്റർഫേസ് ലീവ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ ഒരു നാറ്റ് കോൺഫിഗർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും ഈ ഒരു ഇന്റർഫേസിന്റെ അകത്ത്. അന്നേരം ഈ ഒരു ഇന്റർഫേസിന്റെ അകത്ത് ഈ ഒരു നാറ്റിന്റെ അകത്ത് നമ്മൾ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ ഈ ഒരു ഇന്റർനെറ്റിലോട്ട് പോകുന്ന എല്ലാ ട്രാഫിക്കിനും അതിന്റെ സോഴ്സ് IP മാറ്റിയിട്ട് ഈ ഒരു പർട്ടിക്കുലർ എന്ന് വെച്ചാൽ നമ്മുടെ ഈ ഒരു നെറ്റ്വർക്കിൽ നിന്ന് വരുന്ന ട്രാഫിക്കിന് ഈ ഒരു സോഴ്സ് IP മാറ്റിയിട്ട് ഈ പബ്ലിക് IP മാത്രം വെക്കുക. എന്ന് വെച്ചാൽ സോഴ്സ് പ്രൈവറ്റ് IP മാറ്റി ഈ ഒരു പബ്ലിക് IP ആക്കിയിട്ട് ഫോർവേഡ് ചെയ്യുക. സോ അങ്ങനെ വരുവാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും നമ്മുടെ ഇന്റർനെറ്റിലോട്ട് ചെല്ലുമ്പോൾ ഉള്ള ട്രാഫിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്കിപ്പോൾ അസ്യൂം ചെയ്യുക നമ്മുടെ സോഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് 172.16.0.10 എന്നാണെന്ന് വിചാരിക്കുക നമ്മുടെ സോഴ്സ്, ആ ഒരു PCയുടെ IP. ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ഇപ്പം അസ്യൂം ചെയ്യുക ഇപ്പോൾ 1.1.1 എന്ന് പറഞ്ഞ ഒരു ഡെസ്റ്റിനേഷനിലോട്ട് പോവാണ്. അല്ലെങ്കിൽ നമ്മുടെ സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ നമ്മുടെ DNSന്റെ ഒരു ഡെസ്റ്റിനേഷൻ, നമ്മുടെ DNS സെർവർ നമ്മൾ സാധാരണ യൂസ് ചെയ്യുന്ന ഒരു DNS സെർവറാണ് 8.8.8. അങ്ങോട്ടാണ് ഈ ഒരു കമ്മ്യൂണിക്കേഷൻ പോകുന്നത്. അപ്പോൾ ഇതിന്റെ പോർട്ട് നമ്പർ, അതായത് സോഴ്സിന് ഒരു പോർട്ട് ഉണ്ട്. സോഴ്സ് പോർട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അസ്യൂം ചെയ്യുക ഞാനിപ്പം 40,000 എന്ന് പറഞ്ഞിട്ട് കൊടുത്തു. ഡെസ്റ്റിനേഷൻ പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളുടെ നമുക്കറിയാം ഇത് DNSന്റെ സെർവറാണ്. സോ ഡെസ്റ്റിനേഷൻ പോർട്ട് സ്വാഭാവികമായിട്ടും 53 ആയിരിക്കും DNS സെർവറിലോട്ടുള്ള പോർട്ട്. അപ്പം ഡെസ്റ്റിനേഷൻ പോർട്ടും കിട്ടി. എന്നിട്ട് ഇത് ഈ റൗട്ടറിനകത്ത് ഇവിടെ വന്നിട്ട് റൗട്ടിംഗ് ടേബിൾ ചെക്ക് ചെയ്യുമ്പോൾ ഇന്റർനെറ്റിലോട്ട് പോകേണ്ട ട്രാഫിക് ആണെന്ന് നമുക്ക് മനസ്സിലായി. സോ ഈ ഒരു IP ആയിരിക്കും എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ഇന്റർഫേസിൽ നിന്ന് ഈ ഒരു പാക്കറ്റ് ലീവ് ചെയ്യുമ്പോൾ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സോഴ്സിന്റെ ഇത് മാറും.